വീഡിയോയിൽ നമുക്ക് എന്താണ് കമന്റ്സ് എന്ന് നോക്കാം. ഓക്കെ, വാട്ട് ആർ കമന്റ്സ്? Comments are lines in the code that are not executed by Python. They are used to explain what the code is doing, make notes, or temporarily disable code. Comments helps make the code easier to understand both for yourself and others. നമ്മൾ കമന്റ്സ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ലൈൻ ഓഫ് കോഡ് ആക്ച്വലി എന്തിനാണ് ആ കോഡ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കോഡിന്റെ അടുത്തായിട്ട് നമുക്ക് ഈ കമന്റ്സ് യൂസ് ചെയ്ത് കുഞ്ഞു നോട്ട്സ് പോലെ എഴുതി വെക്കാം. ഈ കോഡ് എന്തിനാണ് എഴുതി വെക്കാനായിട്ട് പറ്റും. പിന്നെ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തോ അങ്ങനെയുള്ള ഒരു ടൈമിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് കോഡ്സ് നമുക്ക് തൽക്കാലത്തേക്ക് റൺ ചെയ്യണ്ട. എന്ന് വെച്ച് നമുക്കിപ്പോൾ മിഡിൽ കിടക്കുന്ന കോഡാണെന്ന് കരുതുക. അപ്പൊ നമുക്കതിപ്പോ ഡിലീറ്റ് ചെയ്ത് കളയണ്ട, പക്ഷെ റൺ ചെയ്യുന്ന സമയത്ത് അതിന് കൂട്ടണ്ട. അല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ റൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഡ്സിനെ മാത്രം സെലക്ട് ചെയ്ത് അതിനെ കമന്റ് ആയിട്ട് വെക്കാം. അപ്പൊ നമ്മൾ ഈ കമന്റ് ആയിട്ട് യൂസ് ചെയ്താൽ അതിനെ എന്താണ് പൈത്തൺ ഒരു കോഡായിട്ട് കൺസിഡർ ചെയ്യില്ല. കോഡായിട്ട് കൺസിഡർ ചെയ്യാണ്ട് ആ ലൈൻസിനെ എല്ലാം പൈത്തൺ അങ്ങ് ഇഗ്നോർ ചെയ്യും. അപ്പൊ അതൊരു നോട്ടായിട്ട് കിടക്കുകയും ചെയ്യും. ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ, അതായത് നമുക്കിപ്പോൾ ഇത്ര ലൈൻ ഓഫ് കോഡ്സ് നമുക്കിപ്പോൾ തൽക്കാലം റൺ ചെയ്യേണ്ട എന്നുള്ള സമയത്ത് ആ ലൈൻ ഓഫ് കോഡ്സിനെ എല്ലാം എന്ത് ചെയ്താൽ മതി, കമന്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പൊ അതവിടെ കിടക്കുകയും ചെയ്യും, അതിനെ കോഡായിട്ട് കൂട്ടത്തുമില്ല, റൺ ചെയ്യുമില്ല. ഒരു നോട്ട് പോലെ അവിടെ കിടന്നോളൂ. അല്ലെങ്കിൽ നമുക്ക് നോട്ടായിട്ട് തന്നെ എഴുതാനും യൂസ് ചെയ്യാം. അപ്പൊ ഈ കമന്റ്സ് വഴി നമുക്ക് എന്താണ് കോഡ്സ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം. നമുക്കും നമ്മൾ എഴുതുന്ന കോഡ് നമുക്കും ബാക്കിയുള്ളവർക്കും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഈ കമന്റ്സ് ഇട്ട് പോയാൽ. എന്തിനാണ് ഈ കോഡ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. സോ നമുക്ക് പൈത്തണിനകത്ത് ഉള്ള കമന്റ്സിന്റെ കുറച്ച് ടൈപ്സ് നോക്കാം. മെയിൻ ആയിട്ടും സിംഗിൾ ലൈൻ കമന്റ്. അപ്പൊ നമ്മൾ ഈ കമന്റ്സ് എപ്പോഴും ഹാഷ് സിമ്പൽ യൂസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. ഹാഷ് സിമ്പൽ ഇട്ടിട്ട് അതിന്റെ റൈറ്റിൽ നമ്മൾ എന്തിട്ടാലും അതൊരു കമന്റ് ആണ്. അതൊരു കോഡല്ല. എന്താണ്, അതിനെ പൈത്തൺ ഇഗ്നോർ ചെയ്യും. ഒരു കോഡായിട്ട് കൺസിഡർ ചെയ്യില്ല. എവറിത്തിങ് ആഫ്റ്റർ ഹാഷ് ഓൺ ദാറ്റ് ലൈൻ ഈസ് ഇഗ്നോർഡ് ബൈ പൈത്തൺ. പിന്നെ വന്നിട്ട് മൾട്ടി ലൈൻ കമന്റ്സ്. ഇപ്പൊ സിംഗിൾ ലൈനിൽ എഴുതുമ്പോഴാണ് ഈ ഹാഷ്. പക്ഷെ നമുക്കിവിടെ മൾട്ടി ലൈനിൽ വരുമ്പോൾ പൈത്തണിൽ മൾട്ടി ലൈൻ എഴുതാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് സിൻടാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് അടുത്ത ലൈൻ അടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യാം, ഹാഷ് സിമ്പൽ ഇട്ടിട്ട് വീണ്ടും അടുത്തൊരു കമന്റ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കോഡ്സ് യൂസ് ചെയ്യാം, ട്രിപ്പിൾ കോഡ്സ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ പൈത്തൺ ഡസ് നോട്ട് ഹാവ് എൻ ഒഫീഷ്യൽ മൾട്ടി ലൈൻ കമന്റ് സിൻടാക്സ്, ബട്ട് ദർ ആർ ടു വേസ് ടു റൈറ്റ് ദം. ഒന്ന് മൾട്ടിപ്പിൾ ലൈൻസിലായിട്ട് മൾട്ടിപ്പിൾ ഹാഷ് സിമ്പിൾസ് ഇട്ട് പോവുക, അല്ലെങ്കിൽ ട്രിപ്പിൾ കോഡ്സ് യൂസ് ചെയ്യാം. സോ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വൈ യൂസ് കമന്റ്സ്? ടു എക്സ്പ്ലെയിൻ ദി കോംപ്ലെക്സ് ലോജിക്, ടു ആഡ് നോട്ട്സ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്, ടു ഡിസേബിൾ എ ലൈൻ ഓഫ് കോഡ് ഡ്യൂറിംഗ് ടെസ്റ്റിംഗ്, ടു ഇംപ്രൂവ് കോഡ് റീഡബിലിറ്റി ആൻഡ് ടീം വർക്ക്. സോ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. കമന്റ്സ്. അപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് ഹാഷ് ഇട്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമന്റ് എഴുതുന്നത്. ഹാഷ് സിമ്പൽ യൂസ് ചെയ്യുക. സ്പേസ് ഇടണമെങ്കിൽ ഇടാം, ഇടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. കമന്റ് ഇവിടെ റൺ ചെയ്താലും കുഴപ്പമില്ല. കണ്ടോ, അതൊരു കമന്റ് ആയതുകൊണ്ട് പൈത്തൺ ഇഗ്നോർ ചെയ്തോളും. അതേസമയം ഞാനിവിടെ ഈ ഹാഷ് സിമ്പൽ ഇല്ലാണ്ടാണ് ഇതിപ്പോ എഴുതിയിരുന്നെങ്കിലോ, ദിസ് ഇസ് എ കമന്റ് എന്ന്, അവിടെ എന്ത് ചെയ്യും, എറർ വരും. കാരണം എന്താ, ഒരു കോഡിന്റെ സെല്ലാണിത് അല്ലേ. നമ്മള് ജൂപ്പിറ്റർ നോട്ട്ബുക്കിന്റെ ഓവർവ്യൂ നോക്കിയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്താണ്, ഇതൊരു കോഡിന്റെ സെല്ലാണ്. നമുക്കിതിപ്പോ എന്തെങ്കിലും നോട്ട് എഴുതാൻ വേണ്ടി മാത്രമായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മാർക്ക് ഡൗണിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ. പക്ഷെ കോഡിന്റെ സെല്ലിൽ നമുക്ക് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഒരു ഹാഷ് ഇട്ടാലോ, അതൊരു കമന്റ് ആയി മാറി. പിന്നെ റൺ ചെയ്താലും അവിടെ ഒരു പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം, കോഡും എഴുതാം. കണ്ടോ, അതവിടെ ഇഗ്നോർ ചെയ്ത് കിടന്നോളൂ. ഞാനിപ്പോൾ എക്സിനെ കോൾ ചെയ്താൽ കണ്ടോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കോഡ് എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ കോഡിന്റെ സൈഡ് ബൈ സൈഡ് ആയിട്ടും എഴുതാം കേട്ടോ. ഇതുപോലെ കണ്ടോ, കോഡിന് ശേഷം എഴുതാം. സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഈ ഹാഷ് സിമ്പിൾ കോഡിന്റെ സെല്ലിൽ പോയിട്ട് ഈ ഹാഷ് സിമ്പിൾ ഇട്ടിട്ട് അതിന്റെ റൈറ്റിൽ എന്ത് എഴുതിയാലും പിന്നെ അതിനൊരു കോഡായിട്ട് കൺസിഡർ ചെയ്യില്ല. പൈത്തൺ അത് ഇഗ്നോർ ചെയ്യും. നമുക്ക് ഇതുപോലെ ലെഫ്റ്റിലൊക്കെ യൂസ് ചെയ്യാം. ഹാഷിന്റെ റൈറ്റിലാണെങ്കിൽ ഇറ്റ്സ് എ കമന്റ്. മൾട്ടി ലൈൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഹാഷ് സിമ്പിൾ നെക്സ്റ്റ് ലൈനിലായിട്ട് ഇട്ട് പോയാൽ മതി.
ഇത്രയേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ട്രിപ്പിൾ കോട്ട്സ് യൂസ് ചെയ്യാം. ട്രിപ്പിൾ കോട്ട്സ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും റൺ ചെയ്യാണ്ടിരുന്നാൽ മതി, കാരണം നമ്മൾ കമന്റ് ആയിട്ട് എടുക്കുന്നതല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റേഷൻ വന്നാലോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ ട്രിപ്പിൾ കോട്ട്സ് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാണ്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ കമന്റ് തന്നെ, പ്രോപ്പർ കമന്റ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇതാണ് സത്യത്തിലുള്ള പ്രോപ്പർ കമന്റ്. പിന്നെ എന്തെങ്കിലും ഒരു ഡോക് സ്ട്രിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ പോലെ വന്നാൽ മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യുള്ളൂ. ഇത് പൊതുവെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല. പ്രോപ്പർ കമന്റ് ഈ ഹാഷ് സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കമന്റ്സിനെ പറ്റിയിട്ട് പറയാനായിട്ട്.